മലയാള സിനിമയിലെയും ഇന്ത്യൻ സിനിമയിലെയും ഒരു അതുല്യ ഗായിക എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റിയ എസ് ജാനകിയമ്മ ഇന്നലെ മരണപ്പെടാൻ ഇടയുണ്ടായി. 6 ദശകങ്ങളായിട്ട് മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലും ഒരു നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരു ഗായികയായിരുന്നു എസ് ജാനകി. ഏപ്രിൽ 23, 1938 ജനനം. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലായിട്ട് 48,000 പാട്ടുകൾ പാടിയിട്ടുണ്ട്. 4 തവണ നാഷണൽ അവാർഡും 4 തവണ മികച്ച ഗായികയ്ക്കുള്ള അവാർഡും നേടാനിടയുണ്ടായി. 1977, 1982, 1984, 1992 എന്നീ വർഷങ്ങളിലാണ് ഈ ഒരു മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നേടാനിടയായത്. 1957 ഇറങ്ങിയ കൊഞ്ചും സിലങ്കൈ എന്ന് പറഞ്ഞ സിനിമയിലെ ശൃംഗാര ദേവനെ എന്ന് പറഞ്ഞൊരു പാട്ടാണ് ആദ്യമായിട്ട് പാടിയത്. പിന്നെ ഇവരുടെ ഇളയരാജ കോമ്പിനേഷനിലുള്ള ഒരുപാട് ഹിറ്റുകൾ മലയാളത്തിലും തമിഴിലും വന്നിട്ടുണ്ട്. ഇളയരാജ എസ് ജാനകി കോംബോ എന്ന് പറയുമ്പോൾ തന്നെ വേറെ ഒരു ലെവൽ കോമ്പിനേഷനാണ്. ഒരു കോംബോ ഉണ്ടായിരുന്ന ഓളം എന്തുമാത്രമായിരുന്നു. 2014 ഇറങ്ങിയ 10 കൽപ്പനകൾ എന്ന് പറഞ്ഞ മലയാള സിനിമയിലാണ് എസ് ജാനകി അവസാനമായി പാടുന്നത്, അതും ഒരു മലയാള സിനിമയിൽ. പിന്നെ ഈ ഒരു ഗാനാലാപനം കാര്യങ്ങളൊക്കെ മതിയാക്കി അവർ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് പോവുകയായിരുന്നു. ഇന്നലെ വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളാണ് മരണകാരണം, അല്ലാതെ മറ്റ് അസുഖങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പ്രായത്തിൻ്റെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും പ്രശ്നം വന്ന് 88 വയസ്സായിരുന്നു. ഇനിയുള്ള 10 വർഷങ്ങളും ഓർക്കാനും കേൾക്കാനും ആസ്വദിക്കാനും പറ്റിയ തരത്തിലുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചാണ് എസ് ജാനകി എന്ന് പറഞ്ഞ ഒരു അതുല്യ ഗായികയെ നമ്മളെ വിട്ടു പോകുന്നത്. ഒരുപാട് മികച്ച പ്രതിഭകളും ഗായകരും നടന്മാരും നമ്മളെ വിട്ടു പോകുന്ന ഈ ഒരു സമയത്തും നമ്മൾ അവരെന്നും ഓർമ്മിക്കാൻ വേണ്ടിയുള്ള സിഗ്നേച്ചറും കാര്യങ്ങളും തന്നിട്ടാണ് അവർ നമുക്ക് പോയിക്കുന്നത്. ഇനിയും ഒരു 10 കൊല്ലം കഴിഞ്ഞാലും ഇവർ പാടിയ പാട്ടുകളും ഇവരുടെ ആ ഒരു ശബ്ദമാധുര്യവും മലയാളികളും ഇന്ത്യൻ സിനിമ ആസ്വദരും ഒരിക്കലും മറക്കത്തില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എസ് ജാനകി അമ്മയ്ക്ക് ഒരു ആദരാഞ്ജലികളും ഒരു പ്രണാമവും പറയുകയാണ്. എന്നും മലയാളികളും ഇന്ത്യൻ സിനിമ ആസ്വദരും നിങ്ങൾ ആലോചിക്കും, ഓർക്കുന്ന ദിവസമായിരിക്കും ഇനി വരാൻ വേണ്ടി പോകുന്നത്. അതിനുള്ള വകയാണ് നിങ്ങളുടെ ശബ്ദം തന്നിട്ട് പോയ ഒട്ടനവധി മനോഹര ഗാനങ്ങൾ.